എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ്. രണ്ടാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഇതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ വളരെയധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ഇമോഷണലി മൂവ് ചെയ്തിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഒരു ചെക്കൻ അവൻ്റെ ക്ലാസ്സിൽ അവന് താല്പര്യം തോന്നുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഡേറ്റിങ്ങിന് വിളിക്കാനായിട്ട് അവൻ പോയി. അവൻ വളരെ പ്രിപ്പറേഷനോടൊക്കെ കൂടിയിട്ടാണ് ഈ കുട്ടിയെ വിളിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കുട്ടിയുടെ അടുത്തെത്തി കുട്ടിയെ ഡേറ്റിങ്ങിനായിട്ട് ക്ഷണിച്ചു. പക്ഷേ കുട്ടി അന്ന് അവന് ഡേറ്റിങ്ങിന് വരാൻ സാധിക്കില്ല, എനിക്ക് ഒരു ബിസി ആയിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടതോടുകൂടി ഈ പോയി വിളിക്കാൻ തന്ന ചെക്കൻ അവൻ വളരെയധികം ഡിപ്രസ്ഡ് ആയി, വളരെയധികം വിഷമിക്കുന്നൊരവസ്ഥയിലായി. അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്, എനിക്കിനി ആരും കിട്ടാൻ പോകുന്നില്ല, എനിക്ക് ഒന്നിനും ഇങ്ങനത്തെ സന്തോഷങ്ങളൊന്നും അനുഭവിക്കാൻ ഒരു സാധ്യതയില്ല ജീവിതത്തിൽ. ഞാൻ എന്നും ഇത്തരത്തിലുള്ള ഏകനായി ലോൺലി ആയിട്ടാണ് എനിക്ക് ജീവിതം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്താഗതി കാരണം അവൻ ഒരിക്കലും ഭാവിയിൽ വേറൊരു പെൺകുട്ടിയെ ഇതുപോലെ ഡേറ്റിങ്ങിന് ക്ഷണിക്കാനോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പ്രണയം അറിയിക്കാനോ തൽപരനാകുന്നില്ല. ഒരു പ്രാവശ്യം സംഭവിച്ച റിജക്ഷന്റെ കാരണമായിട്ട് ബാക്കി ഇത്തരത്തിലുള്ളൊരു ബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള ഓരോ ശ്രമവും അവൻ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ പറയുന്ന ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്ന ചിന്താ വൈരുദ്ധ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു പ്രാവശ്യം ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് അവൻ അവിടെ ചിന്തിക്കുകയാണ്, ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും പെണ്ണിനെ കിട്ടാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ പെൺകുട്ടിക്ക് അന്ന് വീട്ടുകാരോടൊപ്പം ഒരു പ്രധാന മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസത്തേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. പക്ഷേ അത് കേട്ട ആ ചെക്കനെടുത്തത്, അവൾക്ക് എൻ്റെ അടുത്ത് വരാൻ താല്പര്യമില്ല, ഇനി ഒരിക്കലും അവൾ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനെ കിട്ടാണ്ട് ഏകനായിട്ട് ജീവിതം മുന്നോട്ട് പോകാനാണ് സാധ്യത എന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാത്ത, ഭാവിയിൽ ഒരു പെണ്ണിനെ വീണ്ടും വിളിക്കാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാത്ത രീതിയിലായി തീരുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നതാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് സാമാന്യവൽക്കരണം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സംഭവിക്കുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. ഇതിന് മറ്റൊരു ഉദാഹരണമാണ്, നിങ്ങളൊരു ബസ് കാത്ത് നിൽക്കുകയാണ്, റോഡ് സൈഡിലാണ് ബസ് കാത്ത് നിൽക്കുന്നത്. അതിന് സൈഡിലായിട്ട് ഒരു മരം ഉണ്ടായിരുന്നു, അതിന് മുകളിൽ കുറേയധികം കാക്ക ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് കാക്ക ഒന്ന് കഷ്ടിക്കുക, നിങ്ങളുടെ മുഖത്തത് വീഴുന്നു. നിങ്ങൾ വളരെയധികം വിഷമിച്ചു പോകുന്നു. കാരണം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ടിപ്പ് ടോപ്പ് ആയിട്ട് ഷർട്ടൊക്കെ വെള്ള നിറത്തിലുള്ള നല്ല ടിപ്പ് ടോപ്പ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എത്രത്തോളം അൺലക്കിയ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തം സംഭവിക്കുന്നത്, ഞാൻ ഒരു ഭാഗ്യമില്ലാത്തവനാണ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കഴിഞ്ഞ 3 വർഷത്തിൽ ഇതുപോലത്തെ കാക്ക നിങ്ങളുടെ ശരീരത്തിൽ കഷ്ടിക്കുന്ന ഒരനുഭവം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ 3 വർഷത്തിന് ഈയിടയിൽ ഒരു പ്രാവശ്യമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട്, വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട്, ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്, എപ്പോഴും ഞാൻ അൺലക്കി ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കി. അതിനുശേഷം നിങ്ങൾ ഡിപ്രസ്ഡ് ആകും, നിങ്ങൾ വിഷമിച്ചു പോകും, നിങ്ങൾക്ക് അന്നൊരു കാര്യം ചെയ്യാനൊരു മൂഡ് ഉണ്ടായിരിക്കില്ല. പല അപ്പോയിന്റ്മെന്റ്സോ അല്ലെങ്കിൽ പല ശ്രമങ്ങളും അന്നത്തേക്ക് നിങ്ങൾ വെച്ചേക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു മൂഡിയായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധ്യത. സോ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഡിപ്രസ്ഡ് ആയിട്ട് പോയി നമ്മളുടെ മൂഡ് ഔട്ടായി നമ്മൾ ആവശ്യപ്പെടുന്ന ആ സമയത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാതെ പിന്മാറുന്നതായിരിക്കും.